ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ ഒഴിഞ്ഞു പോയാൽ ഗൗതം സന്തോഷത്തോടെ ജീവിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ മാത്രമേ അവൻ സന്തോഷിച്ചിട്ടുള്ളൂ. ഇപ്പൊ സങ്കടക്കടലിലാണ് എന്റെ ഗൗതം. അവൻ തിരിച്ചു വരും. അവൻ ഉയരങ്ങളിലെത്തും. ഏറ്റവും കുറഞ്ഞത് അവൻ ജീവനോടെയെങ്കിലും ഇരിക്കും. ഒരേ ഒരു കണ്ടീഷൻ, ഞാൻ അവനെ അവന്റെ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്നേക്കുമായി അവനെ ഒന്ന് നീ വിട്ടുപോയി തരണം. അതിനെക്കുറിച്ച് ആലോചിക്ക. നീ പോയാ ചിലപ്പോ കുറച്ചു ദിവസം അവന് സങ്കടമൊക്കെ കാണും. പക്ഷെ അവനൊരു ബിസിനസ്മാൻ കൂടിയാണ്. വരുന്ന നേട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോ പതുക്കെ പതുക്കെ അതൊക്കെ അങ്ങ് മറക്കും. ഒരല്പമെങ്കിലും ആത്മാർത്ഥത അവനോട് നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ കൺമുമ്പില് നീ ഇതുപോലുള്ള അടിമപ്പണി ചെയ്തുണ്ടാക്കി കൊടുക്കുന്ന അന്നം കഴിച്ച് ദരിദ്രനായിട്ട് നിന്റെ കാൽ കീഴിൽ കിടക്കുന്ന ഗൗതമിനെ കാണാനാണോ നിനക്കിഷ്ടം? അതോ പഴയതുപോലെ അവനൊരു ബിസിനസ് രാജാവായി വിലസുന്നത് കാണാനാണോ? അവന്റെ സന്തോഷമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നീ അവനെ വിട്ട് പോണം നിധി. ഗൗതമിന്റെ സന്തോഷത്തിന് വേണ്ടിയാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ അടിമപ്പണി ഞാൻ ചെയ്യുന്നത്. നീ ഒന്നാം തരം സെൽഫിഷാണ്. താനീ സ്വാർത്ഥ. അതാണ് നീ. എന്നും അവന് നിനക്ക് നിന്റെ ചൊൽപ്പടിക്ക് കിട്ടണം. അതുകൊണ്ട് മാത്ര അവനെ നീ ഇങ്ങനെ അരയിൽ കയറ് കെട്ടി കളിപ്പിക്കുന്നത്. സ്നേഹം ഉണ്ടെന്ന് ധരിപ്പിച്ച് അവന് രക്ഷപ്പെടാൻ അനുവദിക്കാത്തത്. എന്തിനെങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഗൗതമിന്റെ സന്തോഷത്തിനപ്പുറം എനിക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നീ അവനെ ഒഴിഞ്ഞു പോവല്ലേ നിധി വേണ്ടത്? ആകാശം ഇടിഞ്ഞു വീഴുന്നുവെന്ന് പറഞ്ഞാലും കുലുങ്ങാത്ത ഗൗതം ഇപ്പൊ തളർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഏതോ ദുരന്തത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണത്. ഇപ്പോഴും നീ ഭാര്യയെന്നും പറഞ്ഞ് അവനിൽ കടിച്ചു തൂങ്ങുന്നത് ആ ദുരന്തത്തിന്റെ അന്ത്യം കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മകനെ പോലെയാണെന്നാണല്ലോ പറഞ്ഞു നടക്കാറ്. ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായി പറയുന്നത് കേൾക്കുമ്പോ അത് കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ നീയൊന്ന് പോയി താ. എന്റെ മോനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. പാവോ അവൻ. ആരെയും വിഷമിപ്പിക്കുന്നത് ഇഷ്ടവുമല്ല. അതുകൊണ്ട് തന്നെ നിന്നോട് അവൻ അമിത സ്നേഹം കാണിക്കും. നീയാണ് അവൻ എല്ലാം ഒന്നും പറഞ്ഞ് നിന്നെ സന്തോഷിപ്പിക്കും. പക്ഷെ സത്യം അതല്ല നിധി. ഈ പോക്ക് പോയാൽ ഗൗതം പോലും നിന്നെ വെറുക്കും. ഒറ്റ കാര്യം ഞാൻ പറയാം, നീ അതിനെ ശാപവാക്കുകളെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. സത്യം അതാണ്. ഗൗതം ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. അവൻ ജീവിക്കണമെന്നുള്ളതാണ് നിന്റെ തീരുമാനമെങ്കിൽ അതിനൊപ്പം നീ അവനെ വിട്ടു പോയിക്കൊള്ളാമെന്നും തീരുമാനിക്കണം. ആലോചിക്ക്. എന്ത് വേണമെന്ന് ആലോചിക്ക്. ഒരു തീരുമാനം പറയ. എന്തിനാ വെച്ച് നീട്ടുന്നത്? പറയ. ഇന്നും രാജശേഖരൻ സാറിനെ കണ്ട് തോറ്റ് തകർന്നു വന്നിരിക്കുന്ന ഗൗതമിനെ നിനക്ക് കാണണ്ട എങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ സമ്മതിച്ചേക്ക്.
അവൻ ജീവനോടെ ഇരിക്കുന്നുവെന്ന് അറിയുകയെങ്കിലും വേണമെങ്കിൽ അവൻ പോലും അറിയാതെ അവനെ വിട്ടു പോവുക എന്ന സൽക്കർമ്മമാ നീ ചെയ്യേണ്ടത്. പറയുന്നിധി, ഒരു തീരുമാനം എടുക്കുന്നീ. ഗൗതം രാജശേഖരൻ സാറിനെ കാണട്ടെ. അവിടെയും ഗൗതം പരാജയപ്പെട്ടു പോയാ നിങ്ങൾ സഹായിക്കണം. പകരം ഞാൻ ഗൗതമിനെ വിട്ടു പൊയ്ക്കോളാം.